ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ജീവിതത്തിൽ ഇടനിടയാക്കിയ എല്ലാ സ്നേഹത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പസമയം നാം ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായൊരു അവസ്ഥയാണ്. വിശുദ്ധ വേദപുസ്തകം മുഴുവനും ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളെ പ്രദാനം ചെയ്യുന്നൊരു പുസ്തകമാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ച ഒരു ദൈവമക്കളെ പോലും ദൈവം ഒരിക്കലും അനുഗ്രഹിക്കാതെ ഇരിക്കത്തില്ല. കാരണം ദൈവം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്, അനുഗ്രഹത്തിൻ്റെ ദാതാവാണ്. ദൈവത്തിൻ്റെ പക്കലെല്ലാം ഉണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവൻ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന് എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവരെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ തന്നെ ഏകദേശം 330ഓളം പ്രാവശ്യം ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരെ ആയ ഒരുപാട് ഭക്തന്മാരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. യാക്കോബിനെയും ഇസഹാക്കിനെയും ജോസഫിനെയും അങ്ങനെ ഭക്തന്മാരെ, ഒത്തിരി ഭക്തന്മാരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ആ ഭക്തന്മാരൊക്കെയും ലോകത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വളരെയധികം അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഗ്രഹങ്ങളെ പ്രാപിച്ചതെന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഒന്ന് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്നാമതായിട്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അതായത് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മനസ്സുള്ളവരായിരിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കാതെ ഒരിക്കലും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ല. വേദപുസ്തകത്തിൽ ഈ അനുസരണം എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് ദൈവം അവരോട് പറഞ്ഞു കൽപ്പന അവർ ലംഘിച്ചു, അവരനുസരണക്കേടാണ് കാണിച്ചത്. അല്ലാതെ അവർ വലിയ പാപമൊന്നുമല്ല ചെയ്തത് നമ്മുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ അത് അനുസരണക്കേടെന്ന് പറയുന്നത് വലിയൊരു പാപം തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, നാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവത്തിൻ്റെ വചനത്തെയും അനുസരിക്കാൻ തന്നെ തയ്യാറാകണം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, കൽദേ പട്ടണമായ ഊരിൽ നിന്ന് നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകണമെന്ന്. പെട്ടെന്നൊരു മനുഷ്യനോട് അവിടെ നിന്ന് നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് നീ ഇവിടെ നിന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം കാണിച്ചൊന്നും കൊടുത്തിട്ടില്ല. നീ ഇവിടുന്ന് പെട്ടെന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നിടത്തോട്ട് പോകാ എന്ന് പറഞ്ഞാൽ ആരും അത്ര പെട്ടെന്ന് പോകത്തില്ല. എന്നാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി അവൻ തൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് കടന്നു പോകുന്നതായിട്ട് കാണാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും എന്നൊക്കെ. അപ്പം ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങളെ കേട്ട അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുവാൻ തയ്യാറായി. ആ ജീവിതയാത്രയിൽ ദൈവം അബ്രഹാമിനെ ഒരുപാട് അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. പിന്നീടുള്ള പല ഭാഗങ്ങളും നാം വായിക്കുമ്പോൾ അബ്രഹാം അവന് ദേശത്ത് ഒരുപാട് ഭൗതിക സമ്പത്തുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം അബ്രഹാമിന് വലിയൊരു ആത്മീക കാഴ്ചപ്പാട് ദൈവം കൊടുത്തിരുന്നു. എബ്രായ ലേഖനത്തിൽ നാം പഠിച്ചാൽ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു ഭവനത്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ ഒരു
സമ്പത്ത് മാത്രമല്ല പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ അവന് ഈ ലോകത്തിൽ ആവശ്യമുള്ളത് ദൈവം കൊടുത്തവനെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗീയമാകുന്ന ഒരു അനുഗ്രഹം കൂടെ ദൈവം അവർക്ക് വെച്ചിട്ടുണ്ട്. അവർക്ക് അത് കാണുവാനുള്ള ഒരു കാഴ്ചപ്പാട് ദൈവം അവർക്ക് കൊടുക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതാ ദൈവം അവന് കൊടുത്തത്, ആ കാഴ്ചപ്പാട്. ദൈവം ശില്പിയായിട്ട് നിർമ്മിച്ചത്, മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല, ദൈവം തന്നെ ശില്പിയായിരുന്നു. ദൈവം തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ അടിസ്ഥാനമുള്ള ഒരു ഭവനം. ഈ ലോകത്തിൻ്റെ ഭവനങ്ങൾക്കൊക്കെ അടിസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ നാൾ കഴിയുമ്പോഴൊക്കെ അത് ഇളകി മാറിപ്പോകും. എന്നാൽ ഇളകി മാറിപ്പോകാത്ത അടിസ്ഥാനമുള്ളതായ ഒരു ഭവനം അബ്രഹാം വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടു. ഹല്ലേലൂയ. അത് ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ ലഭിച്ച അനുഗ്രഹത്തോടൊപ്പം തന്നെ ഒരാത്മീക അനുഗ്രഹവും അവനെ വിശ്വാസത്താൽ കാണുവാൻ ദൈവം അവനെ സഹായിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യം, ദൈവം നമ്മോട് പറയുന്നതായ കാര്യങ്ങൾ. ദൈവം നമ്മോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, ഈ വിശുദ്ധ ബൈബിളിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. നാം ദൈവത്തെ എങ്ങനെ അനുസരിക്കണമെന്ന്. ഇന്ന് പലർക്കും പലപ്പോഴും ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹം എനിക്ക് പ്രാപിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറണം. പലരും ഹല്ലേലൂയ എന്നോട് വിളിക്കാറുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെതായ ആ ഒരു കാഴ്ചപ്പാടിലേക്ക്, ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി എന്ത് പറയുന്നത് അത് അനുസരിപ്പാനുള്ളതായ ഒരു മനസ്സ് ഉണ്ടാകാത്തൊരനുഭവമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കാനും കഴിയുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ഫോളോ ചെയ്ത് നാം ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ ഭൂമിയിലും സ്വർഗത്തിലുമൊക്കെ ഹല്ലേലൂയ നമുക്കൊരു അനുഗ്രഹം ദൈവം അവിടുന്ന് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനൊന്നാമതായി നാം ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും പലർക്കും അതിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അങ്ങോട്ട് പൂർണ്ണമായി അനുസരിപ്പാനുള്ളതായ ഒരു മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മനസ്സില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിചാരിക്കുന്ന പോലുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ പടവിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. സ്തോത്രം. മാനുഷികമാകുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിത്യമായ ഒരു അനുഗ്രഹമാണ്. അതാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നതായ സ്വർഗരാജ്യം. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നവരായി തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്, നാം സ്വയപരിശോധന ചെയ്യുന്നവരായിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ നമുക്ക് യാക്കോബിനെ കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബ്, ഇസഹാക്കിൻ്റെ ഇളയ മകനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിനെ കബളിപ്പിച്ച് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശവും ഏശാവിൻ്റെ അനുഗ്രഹങ്ങളും പിതാവിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് ഭവനത്തിൽ നിന്ന് ഓടി ഒളിച്ച് തൻ്റെ അങ്കിളിൻ്റെ ഭവനത്തിൽ ചെന്ന് താമസിച്ച് കുടുംബമായിട്ട് അവിടെ താമസിച്ച് കുറേ വർഷങ്ങൾ താമസിച്ചതിന് ശേഷം അവിടെ നിന്ന് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ യാത്രാ മധ്യത്തിൽ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, പണ്ട് കളിപ്പിച്ചിട്ട് പോയ ജ്യേഷ്ഠ സഹോദരനെ എതിരേൽക്കാൻ അവനെ കണ്ടുമുട്ടുമെന്നുള്ളതായ ആ ഒരു ഭയം കൊണ്ട് അവൻ വിചാരിച്ചു, ജ്യേഷ്ഠൻ എന്നെ കൊന്നുകളയും, പണ്ടത്തെ ആ പക വെച്ചെന്നെ കൊന്നുകളയുമെന്നുള്ള ചിന്തയിൽ അവന് ഭയപ്പെട്ടിട്ട് അവൻ യാബോക്ക് കടവിൻ്റെ അവിടെ ഇരുന്നവൻ രാത്രി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയെന്നാണ്. ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് കേൾക്കുമ്പോൾ നാം ചിന്തിക്കും വലിയൊരു ഒരു 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 യുദ്ധം രണ്ടു പേര് തമ്മിൽ, ദൂതനും യാക്കോബും തമ്മിൽ ഉണ്ടായെന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു മാനുഷിക രീതിയിലുള്ള ഒരു യുദ്ധമല്ല അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹോശേയാവിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ.
രാത്രി മുഴുവനും യാബോക്കിൻ്റെ കടവിലിരുന്ന് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹം ലഭിക്കേണ്ടതിന് യാക്കോബ് ചെയ്തത്, ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോട് അനുഗ്രഹത്തിന് വേണ്ടി കരഞ്ഞ് യാക്കോബ് ദൂതനുമായി ഇങ്ങനെ പ്രാർത്ഥനയിൽ മൽപ്പിടുത്തം നടത്തിയപ്പോൾ ദൂതൻ അവനോട് ചോദിച്ചു, നിന്റെ പേര് എന്ത്? ഹല്ലേലൂയ. അപ്പം ദൂതൻ അറിയാൻ വയ്യാത്തോണ്ടല്ല പേര് യാക്കോബാണെന്ന്, പക്ഷേ അവൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉപായി ആയിരുന്നവൻ. കഴിഞ്ഞ കാലഘട്ടത്തിൽ അപ്പനെയും സഹോദരനെയും ഒക്കെ കബളിപ്പിച്ച് ഉപായം ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ദൈവമക്കൾ അനേകർ അനുഗ്രഹത്തിന് വേണ്ടി കരയുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി, മറ്റു പല വിഷയങ്ങൾക്ക് വേണ്ടി, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ, രായും പകലും അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കും, നിന്റെ പേരെന്ത്? കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ അവസ്ഥകളെ നാം ഒന്ന് ചിന്തിക്കണം. നാം ആരെയൊക്കെ കബളിപ്പിച്ചു? ഹല്ലേലൂയ. ആരുമായിട്ടൊക്കെ നിരപ്പ് പ്രാപിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട്, നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. അവനത് സമ്മതിച്ചു. അവൻ യാക്കോബാണെന്നവൻ സമ്മതിച്ചു. ഞാൻ ഉപായിയാണെന്നവൻ സമ്മതിച്ചു. ദൈവ മുൻപാകെ നമ്മെ തന്നെ നാം സമർപ്പിച്ച്, നാം ഒന്നുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ഞാനൊരു ഉപായിയാണ്, മറ്റുള്ളവർക്ക് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ദ്രോഹമായി ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ട് കർത്താവേ എന്നവന് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവം അവൻ്റെ പേര് മാറ്റി എഴുതുവാനിടയായിത്തീർന്നു. നിന്റെ പേർ ഇന്നു മുതൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിത്തീരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം നമ്മെ തന്നെ സമർപ്പിച്ച്, നാം ഒന്ന് സ്വയപരിശോധന ചെയ്ത്, നാം എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വന്നത്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തടസ്സങ്ങൾ വന്നത്, ദൈവം മുൻപാകെ ഹല്ലേലൂയ നമ്മുടെ കുറവുകൾ എന്താണ്, അത് നാം പൂർണ്ണമായി സമ്മതിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്തോ ചെയ്യും? മാറ്റമുണ്ടാകുവാൻ ഇടയായിത്തീരും. പലപ്പോഴും പ്രാർത്ഥന മാത്രമേ നടക്കുന്നുള്ളൂ. നാം നമ്മെ തന്നെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ട് അനുഗ്രഹം, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കാതിരിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നാം ഇവിടെ ചിന്തിക്കുന്നത് ഭൗതിക അനുഗ്രഹം മാത്രമല്ല, ആത്മീക അനുഗ്രഹവും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും ബലഹീനതകളും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നത് നാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് സമ്മതിക്കാതിരുന്നാൽ ആത്മീകമായി നമുക്കൊരു വളർച്ച പ്രാപിക്കുവാൻ കഴിയത്തില്ല. ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിപ്പാൻ കഴിയാതെ പോകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെക്കുറിച്ച് കർത്താവ് അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ കുറവുകളെ നീക്കിക്കളയുവാൻ കഴിവുള്ള യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിലൂടെ ഓരോ ദിവസവും കഴുകൽ ശുദ്ധീകരണവും പ്രാപിച്ച്, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം നിന്നെ ആത്മീകമായി അനുഗ്രഹിക്കുവാനിടയായിത്തീരും. നിന്റെ ഭൗതിക ആവശ്യങ്ങളും കർത്താവ് വാസ്തവമായി നടത്തി തരുവാനിടയായിത്തീരും. ജീവിതത്തിൽ സമാധാനം തരുവാനിടയായിത്തീരും. സന്തോഷങ്ങളെ നൽകി തരുവാനിടയാകും. നിന്റെ ശരീരത്തിന് ആരോഗ്യവും ബലവും രോഗശാന്തിയും ദൈവോടുന്ന് വരുത്തി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ അതാണ് നമ്മോട് സംസാരിക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് ഹല്ലേലൂയ അവൻ ആരാണെന്ന് അവനൊന്ന് മനസ്സിലാക്കി പുറമോട്ടൊന്ന് ചിന്തിച്ചു. കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് യാക്കോബ് ഒന്ന് തിരിഞ്ഞു നോക്കുവാനിടയായി തീർന്നു. ഭവനത്തിൽ നിന്ന് ഓടി വന്നതും എന്നുള്ള അവസ്ഥകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ യാക്കോബാണ്, ഞാൻ ഉപായിയാണ്. ഹല്ലേലൂയ. അത് സമ്മതിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ച് അവൻ്റെ പേര് മാറ്റി എഴുതുവാൻ ഇടയായിത്തീരുന്നു. ഇനി മുതൽ ഹല്ലേലൂയ നിന്നെ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ഹല്ലേലൂയ അവസ്ഥകൾക്ക് നമ്മുടെയും പേരും ആ ദൈവം മാറ്റി എഴുതും. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് ദൈവം ഇടുന്ന മാറ്റം വരുത്തുവാനിടയായിത്തീരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ല. ദൈവസന്നിധിയിലേക്ക് നാം വാസ്തവമായി കടന്നു വന്ന് നമ്മെ സ്വയപരിശോധന ചെയ്ത് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സബ്മിറ്റ് ചെയ്ത് സമർപ്പിച്ച് നാം ആയിരുന്നാൽ ദൈവം നമ്മെ ആത്മീകമായി ഉയർത്തി ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി കർത്താവ് നമ്മെ തീർക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ഹല്ലേലൂയ തടസ്സം നിൽക്കുന്നവരോട് നാം അഭിപ്രായം ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് ഉള്ള ഒരു പടിയാണ് മൂന്നാമത്തേത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങാൻ പലപ്പോഴും പല തടസ്സങ്ങളുണ്ട്. അനേകരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുടുംബക്കാർ, അവരുടെ ചാർച്ചക്കാർ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഇതൊക്കെ പലപ്പോഴും അവർക്ക് തടസ്സമായിട്ടുണ്ട്. അനേകർ ഭവനത്തിനകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് നാം മറ്റുള്ളവരോട് അനുവാദം ചോദിക്കാൻ പോയാൽ ഒരിക്കലും നമുക്ക് ഒരു അനുവാദം ലഭിച്ചെന്ന് വരത്തില്ല. സമുദായത്തിൻ്റെ കെട്ടുപാടുകൾക്ക് പലപ്പോഴും നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും അതിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥകളാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ ശബ്ദം, വചനവും ദൈവത്തിൻ്റെ കൽപ്പനകളും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം വാസ്തവമായി കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി മറ്റുള്ളവരോടൊന്നും ആലോചന ചോദിക്കാതെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നതനുസരിച്ച് നാം സ്റ്റെപ്പ് വെച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയൊരു വിടുതലും അനുഗ്രഹവും നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. അബ്രഹാമിനെ കുറിച്ച് പഠിച്ചാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുമ്പോഴും അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ മോറിയാമലയിൽ കൊണ്ടുവന്ന് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ചെയ്യണം. മോറിയാമലയെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കണം. ഹല്ലേലൂയ. ഹോമയാഗം എന്ന് പറഞ്ഞാൽ വെട്ടി നുറുക്കി വെച്ച് ഹല്ലേലൂയ യാഗം കഴിക്കുന്നതാണ് ഹോമയാഗം. ജീവനുള്ള വസ്തുവിനെ വെട്ടി മുറിച്ച് വെക്കുന്നതാണ്. ആമേൻ. വാസ്തവമായിട്ട് ഹല്ലേലൂയ അബ്രഹാം അത് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ച് അധികാലത്തെ തന്നെ എഴുന്നേറ്റ് തൻ്റെ ഭവനത്തിലുള്ള ആരോടും ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ട അബ്രഹാം ദൈവത്തെ അനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു. സാറായോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാറ സമ്മതിക്കത്തില്ല. സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ അത്ഭുതകരമായി ദൈവം കൊടുത്ത മകനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞാൽ സാറ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. അത് അബ്രഹാമിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആരോടും പറയാതെ ആ കർത്താവിൻ്റെ ദാസൻ ദൈവത്തെ സ്നേഹിച്ച് അവൻ 2 ബാല്യക്കാരുമായിട്ട് പോയി. ബാല്യക്കാരോടൊന്നും പറഞ്ഞില്ല. ആ ബാല്യക്കാരെ താഴെ ആ മലയുടെ താഴ്വരയിൽ നിർത്തിയിട്ട് മകനും അപ്പനുമായി കടന്നുപോയി യാഗം കഴിക്കാൻ. ഹല്ലേലൂയ. മകനെ യാഗപീഠത്തിൽ വച്ച് ഹല്ലേലൂയ യാഗം മൃഗമാക്കി തീർത്തവനെ കത്തി കൊണ്ട് വെട്ടുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനോട് സംസാരിച്ച് നിന്റെ മകനെ യാഗം കഴിക്കേണ്ട. ദൈവം ഒരു പൂർണ്ണ യാഗം കഴിച്ചതായിട്ട് അബ്രഹാമിൻ്റെ മനസ്സറിഞ്ഞ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അബ്രഹാം അങ്ങനെയാണ് ഐശ്വര്യമായ അനുഗ്രഹം ജീവിതത്തിൽ പ്രാപിച്ചെടുത്തത്. ദൈവം പറഞ്ഞത് അനുസരിച്ച് ദൈവം ആരോടും ഒന്നും ചോദിക്കാതെ, തടസ്സം നിൽക്കുന്നവരോടൊന്നും ചോദിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് യാത്ര ചെയ്ത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യമായ അനുഗ്രഹം പ്രാപിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അതുപോലെ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തടസ്സം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ നാം അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് അവരോടൊന്നും നാം ആലോചന ചോദിക്കാൻ കടന്നു പോകാതെ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന പ്രകാരം നാം സ്റ്റെപ്പുകളെ വയ്ക്കുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. 4-മതായിട്ട് നാം ചിന്തിക്കുന്നത് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് ചിന്തിക്കാം.
എൻ്റെ 9-ാമത്തെ വാക്യം, ദോഷത്തിനു ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം, അന്യോന്യം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നാം മറ്റുള്ളവരെ ശപിക്കാതെ നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. പത്രോസ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. ഓരോ ദൈവവൈതലും ദൈവിക അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് ആണ് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചത്. അപ്പം ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം, നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അങ്ങോട്ട് ഹൃദയം തുറന്ന് അനുഗ്രഹിക്കാൻ നമുക്ക് കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. നാം ചിന്തിക്കുന്നത് എന്നെപ്പോലെ വേറൊരുത്തൻ ഒരിക്കലും ആകരുതെന്നാണ്. പലപ്പോഴും കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന് വചനം പറഞ്ഞത്, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, ശകാരത്തിന് ശകാരം കൊടുക്കാതെ, ശപിക്കാതെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും നമ്മെ ശകാരിക്കുന്നവരെ നാം എന്തോ ചെയ്യും? തിരിച്ചൊന്ന് ശകാരിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമാണ്. എന്നാൽ യഥാർത്ഥ ദൈവവൈതലിനോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്, നിന്നെ ആരെങ്കിലും ശകാരിച്ചാൽ അവന് നീ ശകാരം ചെയ്യരുത്, ദോഷം ചെയ്താൽ ദോഷം ചെയ്യരുത്. നീ അവനെ എന്തോ ചെയ്യണം? അനുഗ്രഹിക്കുന്നവനായിരിക്കണം. എല്ലാവരെയും നാം അനുഗ്രഹിപ്പാൻ നമുക്കൊരു ഹൃദയ വിശാലത നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ വിശാലത നൽകി തരണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന് ചില കാര്യങ്ങൾ മാറിപ്പോകണം, നീങ്ങിപ്പോകണം. അസൂയ, കുശുമ്പ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അസൂയ അതൊരു വലിയ പാപമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന ഓരോ ദൈവവൈതലിനെയും മുറുകെ പിടിച്ചിരിക്കുന്നതായ ഒരു പാപമാണ് അസൂയ. പലപ്പോഴും അതിനെയൊക്കെ നമുക്ക് ജയിപ്പാൻ കഴിയത്തില്ല. ദൈവവചനം പറയുന്നത്, അസൂയ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അതിൽ അസൂയ എന്തുവാ? സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമാണ്. അതിനെയൊക്കെ നമുക്ക് ജയിക്കണമെങ്കിൽ നാം അതൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. പലപ്പോഴും നാം മാനുഷിക വിഷയങ്ങളെ, എനിക്ക് അത് വേണം കർത്താവേ, എൻ്റെ ഭൗതിക വിഷയങ്ങളെ വെച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അതുപോലെ തന്നെ അതിലുപരിയായി നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഈ അസൂയകൾ, മറ്റുള്ളവരെ പൂർണ്ണമായി ഹൃദയം തുറന്ന് അനുഗ്രഹിപ്പാനോ ഒന്നും കഴിയാത്ത അവസ്ഥകൾ, അതിനെയൊക്കെ ജയിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മളങ്ങനെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം, ഹൃദയം തുറന്ന്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് തോന്നുന്നത് ഭൗതികമായ കുറേ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നതെന്നാണ്. അങ്ങനല്ല. ഭൗതിക കാര്യങ്ങൾ ലഭിക്കുന്നതല്ല. നമുക്കൊരു വാഹനങ്ങളോ ഒരു വീടോ ഒരു കാറോ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അവരെ അനുഗ്രഹിച്ചെന്ന്. അതല്ല, അത് മാത്രമല്ല. അത് ഈ ലോകത്തിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ ദാനങ്ങൾ, അത് നമ്മുടെ മാനുഷിക ജീവിതത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ. എന്നാൽ അതിലൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുന്നത്, രക്ഷയെന്ന ഒരു വലിയ ഒരു അനുഗ്രഹം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായി തീരാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം തന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് നൽകി തന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശു കർത്താവ് നമ്മുടെ പിതാവായി തീർന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ മാനുഷികമാകുന്ന തിങ്സുകളൊന്നുമല്ല അത്. ഹല്ലേലൂയ. അത് ലോകത്തിലൊരു മനുഷ്യനെന്ന നിലയിൽ കർത്താവ് നമുക്ക് തീർച്ചയായിട്ടും നൽകിത്തരും. ദൈവത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ആരും ലജ്ജിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ബാലസിംഹം വിരകെട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം വേണ്ടുന്നതെല്ലാം നൽകിത്തരും. എന്നാൽ അതിലൊക്കെ ഉപരിയായ അനുഗ്രഹമെന്ന് പറയുന്നത്, സ്തോത്രം, സ്വർഗീയ കാര്യങ്ങൾ, ആത്മീകമാകുന്ന വിഷയങ്ങളിൽ നാം സമ്പന്നരായി തീരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഹൃദയ വിശാലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകാനുള്ള ഒരു മനസ്സ്
നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അത് ഹാലലൂയ നാം ഓരോ ദിവസവും നമ്മുടെ മാനുഷിക രീതിയിൽ പലപ്പോഴും നമുക്കതൊന്നും ലഭിച്ചെന്ന് വരത്തില്ല. എന്നാൽ നാം അത് ലഭിക്കേണ്ടതിന് ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെയാ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു വളർച്ചയുടെ ഒരു പടിയാണത്. ഹല്ലേലൂയ. നാം ദൈവത്തോട് അടുക്കുന്നതാണത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം 4 കാര്യം ചിന്തിച്ചു. സ്തോത്രം. അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി ഒന്നാമത് നാം ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കണം. രണ്ടാമതായിട്ട് നാം നമ്മെ തന്നെ സ്വയപരിശോധന ചെയ്യണം. മൂന്നാമതായിട്ട് തടസ്സം നിൽക്കുന്നവരോട് നാം ആലോചന ചോദിപ്പാൻ പോകരുത്. ദൈവത്തെ അറിയുന്നതിന് ചിലരൊക്കെ തടസ്സമുണ്ട്. എന്നാൽ അവരോട് നാം ഒരിക്കലും അവരുടെ ആലോചന ചോദിക്കരുത്. നാലാമതായിട്ട് നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കാൻ നാം അനുഗ്രഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ 4 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി നാം ഫോളോ ചെയ്താൽ നമ്മുടെ കർത്താവ് നമ്മെ എന്തോ ചെയ്യും? ആത്മീകമായി അനുഗ്രഹിക്കും. അതോടൊപ്പം ഭൗതികമായിട്ട് നമുക്ക് വേണ്ടുന്നതൊക്കെ ദൈവം നൽകി തരുവാനിടയായിത്തീരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും എനിക്കിതുവരെയും ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല, ആത്മീകമോ ഭൗതികമുള്ള അനുഗ്രഹമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ എന്നും ഇതേപോലുള്ള അനുഭവങ്ങളാണല്ലോ എന്ന് ചിന്തിച്ചോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും, കഷ്ടങ്ങളുടെ അനുഭവങ്ങളാണല്ലോ, ഒന്ന് മുന്നേറുവാൻ കഴിയാത്ത അനുഭവങ്ങളാണല്ലോ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെയൊക്കെ ആയിത്തീർന്നാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ പേർ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ യാക്കോബ് എന്നായിരുന്നെങ്കിൽ ഇപ്പോഴത് ഇസ്രായേൽ എന്നാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ കർത്താവ് വച്ചിരിക്കുന്ന അനുഗ്രഹം സ്വർഗീയമാകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, അഴിഞ്ഞു പോകാത്തത്, ഹല്ലേലൂയ, മാറിപ്പോകാത്ത സ്ഥിരമായിട്ടുള്ള സ്വർഗീയമാകുന്ന ഒരു വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. അവിടേക്ക് നാം യാത്ര ചെയ്ത് ഹല്ലേലൂയ എത്തുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അതിനായി ഒരുക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ലോകത്തിൻ്റെ സംഭവങ്ങളൊക്കെ അതിനെ വിളിച്ചറിയിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ എത്തേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുക്കിയെടുക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരു പ്രാവശ്യം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകി തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങ് അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. സ്തോത്രം അപ്പച്ചാ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീകമായി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭൗതിക വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം പ്രവർത്തിക്കണമേ. കേൾവിക്കാരെല്ലാം ദൈവം അനുഗ്രഹിക്കണേ. ഓരോ ദൈവമക്കളുടെയും വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. ഓരോരുത്തരും ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ. കർത്താവ് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരെ അലട്ടുന്ന എല്ലാവിധ വിഷയങ്ങളും മാറി അവരനുഗ്രഹിക്കുന്നവരായി മാറുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.